നിധിയും നികേഷും കൂടെ ഗ്യാസ് അടുപ്പുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കും, ഇതിന് പ്രത്യേകം പാത്രങ്ങളൊക്കെ വേണ്ടേ മോളെ? നിധി പറയും, വേണം, ഞങ്ങളത് വാങ്ങാൻ വിട്ടുപോയതാ. സുഭാഷ് പറയും, അത് ഞാൻ നാളെ വരുമ്പോൾ വാങ്ങാം. അല്ലെങ്കിൽ എന്തിനാ, ഇവിടെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. പഴയ കുറേ പെട്ടികൾ സുധിയും ഹരീഷും ഒക്കെ കൂടി ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. നിധി അതിലൊക്കെ നോക്കിയിട്ട് പറയും, ഇതൊക്കെ പഴയ പാത്രങ്ങളാ, ഇതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ. നികേഷിനോട് അതൊക്കെ എടുത്ത് കളയാൻ പറയും. നികേഷും സുധിയൊക്കെ പഴയതൊക്കെ എടുത്തിട്ട് വീടിൻ്റെ മുൻപിൽ കൊണ്ടുവെക്കാണ്. ഇത് കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, എന്തിനാടാ ഞാൻ കിടക്കുന്നിടത്ത് കൊണ്ടുവെക്കുന്നത്? നിനക്കൊക്കെ ചപ്പുചാവറ് വെക്കാനുള്ളതാണോ ഇവിടെ? സുധി പറയും, ചപ്പുചാവറ് ഉള്ളിടത്തല്ലേ ചപ്പുചാവറ് ഇടാൻ പറ്റൂ. അവർ പഴയ പെട്ടി നോക്കുമ്പോൾ അതിൽ പഴയ ബാഗൊക്കെ കാണും. നിധി ചോദിക്കും, ഇത് ആരുടെ ബാഗാ? സുഭാഷ് പറയും, ഇത് സുധി സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ബാഗാ, പിന്നെ അത് ഹരീഷിന് കൊടുത്തു. സുധി പറയും, ഹായ്, എൻ്റെ ബാഗ് എന്ന് പറഞ്ഞു. സുധി പറയും, വിടടാ, ഇതെൻ്റെയാ. പെൺകുട്ടികളുടെ ഒരു ഉടുപ്പ് കാണുമ്പോൾ നിധി ചോദിക്കും, ഇതാരുടെയാ? സുഭാഷ് പറയും, ഹരീഷ് ജനിക്കാൻ പോകുമ്പോൾ പെൺകുട്ടിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്, അതിനുവേണ്ടി അമ്മ വാങ്ങിച്ചു വെച്ചതാ. എന്നിട്ട് കാര്യം ഉണ്ടായില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, ഇവൻ ചെറുപ്പത്തിലേ ഇതൊക്കെ ഇട്ട് നടന്നിരുന്നത്, അവനെ ഒരു പെൺകുട്ടികളെ പോലെ അമ്മ കൊണ്ടു നടന്നത്. സുധി ആ ഉടുപ്പെടുത്തിട്ട് ഹരീഷിനെ പിടിച്ചു വെച്ചിട്ട് ഹരീഷിൻ്റെ മേലിൽ വെച്ച് നോക്കുകയാണ്. ഹരീഷിനാണെങ്കിൽ വല്ലാത്ത പോലെ തോന്നും. അത് കഴിഞ്ഞ് ഫോട്ടോയുള്ളൊരു പെട്ടി എടുത്ത് അവർ തുറന്നു നോക്കുകയാണ്. അതിൽ ഹരീഷും സുധീഷും സുഭാഷും ഉള്ളൊരു ഫോട്ടോ കാണും. കൂടെ അമ്മയും ഉണ്ടാവും. നികേഷ് ചോദിക്കും, ഞാനെവിടെ? അത് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും പരിങ്ങി കളിക്കും. അവർ പറയും, നീ അന്ന് ജനിച്ച് ചെറിയ കുട്ടിയാ. സുഭാഷ് സുധിയോട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും, ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി. പക്ഷേ നിധി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിധി അതിലെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുക. സുധി പറയും, മതി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാൻ പറയാം. പക്ഷേ നികേഷ് അത് സമ്മതിക്കില്ല. ഹരീഷും പറയും, വെറുതെ എന്തിനാ പഴയതൊക്കെ നോക്കി വിഷമിക്കുന്നത്, നമുക്ക് ഈ സന്തോഷത്തോടെയൊക്കെ പോയാൽ പോരെ. നികേഷ് പറയും, അത് പറ്റില്ല, എൻ്റെ ഫോട്ടോ കാണണമെന്ന് പറയും. അങ്ങനെ നികേഷ് നോക്കുമ്പോൾ നികേഷ് ചെറുതായ ഒരു ഫോട്ടോ കാണും. പക്ഷേ നികേഷിന് അമ്മയുടെ കൂടെ ഉള്ള ഫോട്ടോ കാണണം. അതിൽ എത്ര നോക്കിയിട്ടും അങ്ങനെ ഒരു ഫോട്ടോ കാണില്ല. അതിലൊരു സുന്ദരിയായ സ്ത്രീയുടെ ഫോട്ടോ കാണും. അത് കണ്ടിട്ട് നികേഷ് ചോദിക്കും, ഇതാരാണ്? സുഭാഷിനാണെങ്കിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല. സുധി പറയും, അത് നമ്മുടെ ചിറ്റമ്മയെ, നിനക്കറിയില്ല, അവരുമായിട്ട് നമുക്കിപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല അല്ലേ സുഭാഷ് ഏട്ടാ? സുഭാഷും ആ കള്ളത്തരം പറയാൻ കൂട്ട് നിൽക്കുകയാണ്. ഹരീഷും അതിനെ സപ്പോർട്ട് ചെയ്യും. നികേഷ് പിന്നെയും വേറെ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. ആ സമയത്ത് അച്ഛനും കൂടെ അകത്ത് വരും. നിധി അപ്പോൾ അച്ഛൻ ലോറിയിൽ നിന്ന് ഇറങ്ങുന്നൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. അച്ഛൻ പറയും, ഇത് പഴയ ഫോട്ടോയാ, അന്ന് മോഹൻലാലിൻ്റെ സ്പടികം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. ആ സമയത്ത് ഞാനിതുപോലെ ചുവന്ന ഷർട്ടും വെള്ള മുണ്ടും ഒരു റൈബൻ ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങും. എല്ലാവരും പറയും ലാലേട്ടനാണെന്ന്. ആ സമയത്ത് നികേഷിന് ആ സുന്ദരിയായ സ്ത്രീയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ കിട്ടും. അത് കാണുമ്പോൾ നികേഷ് ചോദിക്കും, ഇത് ഞാനല്ലേ? അവർക്കൊന്നും ഇതിനൊരു മറുപടിയും പറയാൻ പറ്റാതെ നിന്നു പോവാണ്. സുഭാഷ് അച്ഛനോട് ഇങ്ങനെ ആങ്ങി കാണിക്കും, പറയില്ല അച്ഛൻ.